ബിഗ് ബോസ് ഇത്രയും സീസൺ കഴിഞ്ഞെങ്കിലും ഏറ്റവും ലക്കിയസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അത് ബിന്നി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു മൊമെന്റ് ഭയങ്കര എന്താ പറയാ റൊമാൻറ്റിക് ആയിരുന്നു. അത് മാത്രമല്ല പലരും പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ സായി. എനിക്ക് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും തോന്നിയത് അത് നൂബിനും അതുപോലെ ബിന്നിയുമാണ്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ലവ് റൊമാൻസ് മാത്രമായിരുന്നില്ല, അവർ തമ്മിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ട് തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു 50 ദിവസം കഴിഞ്ഞിട്ട് ഇവരിത് കാണുമ്പോൾ ഈവൻ ഫോണിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു നേരിട്ടൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല, അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഫാമിലി വീക്ക് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഹിന്റ് കിട്ടും. ഇപ്പൊ ഇന്നലെ ഷാനവാസിന്റെ ഫാമിലി വന്നു, അനീഷിന്റെ ഫാമിലി വന്നു. അനീഷിന്റെ അമ്മയും സഹോദരനും വന്ന് സംസാരിക്കുന്നത് ലൈവിൽ ഇങ്ങനെ കുറേ നേരം കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഷാനവാസിന്റെ വൈഫും അവിടെ ഒന്നിച്ചു പോയിരുന്ന രണ്ടുപേരും മാത്രമായിട്ട് സ്വകാര്യമായിട്ട് സംസാരിച്ച പല കാര്യങ്ങളും നമ്മളെ കേൾപ്പിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഈ പറയുന്ന അനീഷിന്റെ അമ്മയും അതുപോലെ ബ്രദറും അവർ സംസാരിച്ചത് കംപ്ലീറ്റ്ലി അനീഷാണ് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹിന്റ് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ പുറത്ത് എന്താണ് എന്നൊന്നും തന്നെ പറയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവർക്കുണ്ട്. കാരണം അനീഷിന്റെ അണക്കത്തുള്ള ഒരു ഭയങ്കര അച്ചടക്കമുള്ള ഒരു ക്യാരക്ടറാണ് അനീഷിന്റെ അമ്മ. പക്ഷെ നൂബിനും സത്യത്തിൽ ബിന്നിയും തമ്മിൽ 3 ദിവസം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിൽ സത്യം പറഞ്ഞാൽ ഈ പുറത്തെ കാര്യം അറിയാൻ ബിന്നിക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ബിന്നി അത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. നൂബിനും അത് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷേ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നീ 1.5 ആഴ്ച ഇപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ ഗെയിം കളിക്ക്, അതൊരു ഹിന്റാണ്. 1.5 ആഴ്ച നീ സൂപ്പർ ആയിരുന്നു, വന്നപ്പോൾ നീ അത്ര സൂപ്പർ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കുത്തിത്തിരിപ്പ്, അവര് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞാലും നിനക്ക് ബോധിപ്പിക്കേണ്ടത് ഞാനോ അല്ലെങ്കിൽ മമ്മിയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. ഞങ്ങൾക്കത് പ്രശ്നമല്ല, നീ ധൈര്യമായിട്ടിരിക്കേ. രണ്ടാമത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് നമ്മളൊക്കെ ഈ പറയുന്ന ഇങ്ങനെ ബിഗ് ബോസിൽ വന്ന് അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഹേറ്റേഴ്സ് ആയിരിക്കാം കൂടുതൽ, ചിലപ്പോൾ സപ്പോർട്ടേഴ്സ് ആയിരിക്കാം കൂടുതൽ, എന്താണെന്ന് അറിയില്ല. ഇപ്പൊ മസ്താനിയൊക്കെ വന്നിട്ട് പോയി, മസ്താനിയൊക്കെ എന്ത് നല്ല റീച്ചുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ വന്ന ഒരാഴ്ച കൊണ്ട് നല്ല ചീത്തപ്പേരുണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരി പോയേക്കുന്നത്. അപ്പൊ അതേ കണക്ക് എന്തും നമുക്ക് സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ വരുന്നത് എന്തിനാ? ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത് പൈസ കിട്ടുക, അല്ലെങ്കിൽ ഫെയിം കിട്ടുക, കരിയർ, പാഷൻ, ഫാമിലി. അവസാനം വരുമ്പോൾ ആ ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് അവർ എത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിന്നി സത്യം പറഞ്ഞ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ. അത് നൂബിനോട് തന്നെ പറയുന്ന ഒരു കാര്യമായിട്ടാണ്. അതായത് നമ്മൾ ഇവിടെ വന്നത് ഇത്രയും കഷ്ടപ്പെട്ടത്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, അതിനുള്ള കാശ് വേണം, അതിനൊക്കെ തന്നെയാണ് ബിന്നി ഇവിടെ വന്നത് എന്നുള്ളത് ഒരു തവണ ബിന്നി അവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ബിന്നിക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ്, ഒരു ബൂസ്റ്റ് ആണ് സത്യം പറഞ്ഞ ഈ പറയുന്ന നൂബിൻ. അപ്പൊ അതൊരു ഭാഗ്യം പോലെയാണ്. പിന്നെ ബിന്നിക്ക് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ, എല്ലാം ഒന്ന് പറയാൻ ഒരാളെന്ന് പറയത്തില്ലേ, അതേപോലെ 3 ദിവസം മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ജെനുവിൻ ആയിട്ട് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ് ബിന്നിക്ക് നൂബിൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി നൂബിൻ പോയാലും ഒരു കാരണവശാലും ബിന്നി ഇനി ഗ്രാഫ് താഴത്തില്ല ഉറപ്പായിട്ടും. ഇപ്പൊ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടല്ലോ, അത് തന്നെ സത്യം പറഞ്ഞാൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചൊരു വ്യക്തിയാണ്. നമ്മൾ അതിനകത്ത് കണ്ടായിരുന്നു ആ എന്ന് പറയുന്ന ഒരു ലെറ്റർ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ബിന്നി ശരിക്കും ലക്ക് കൊണ്ട് ജയിച്ച, അല്ലെങ്കിൽ അത്രയും കോൺസെൻട്രേഷൻ കൊണ്ട് ജയിച്ച ഒരു വ്യക്തിയാണ്. ആര്യനായിരുന്നു സത്യത്തിൽ കിട്ടേണ്ടിയിരുന്നത്. ആ അവിടെ ഇരിക്കുകയാണ് എന്നുള്ളത് ആര്യന് കിട്ടാത്തത് കൊണ്ടാണ് ബിന്നിക്ക് അത് എടുത്തുകൊണ്ട് പോയി അത് ഫസ്റ്റ് എത്താൻ സാധിച്ചത്. സോ ബിന്നി നല്ലപോലെ ശ്രദ്ധിച്ച് കളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്നുള്ളത് നൂബിൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബിഗ് ബോസിലെ ഈ സീസണിലെ ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ അധികം പ്രിവിലേജസ് ഇപ്പം ബിന്നി സെൽഫായിട്ട് ബിന്നിക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പം ഈ ഒരു ടോപ്പ് 5 എന്തായാലും ബിന്നിയുടെ പേര് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് കളിക്കാനായിട്ട് ബിന്നിക്ക് സാധിക്കും. അതിന്റെ ഏറ്റവും നല്ലൊരു പാർട്ട്ണറാണ് നൂബിൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ നൂബിൻ ഈ 3 ദിവസം നൂബിന് കിട്ടിയ ആ ഒരു ചാൻസ് അത് വേണമായിരുന്നു, വേണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ബിന്നിക്ക് ഈ പറഞ്ഞ 1 വീക്ക് തന്റെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ തന്റെ ഫാമിലിയെ ഇവിടെ നിർത്താൻ സാധിക്കുന്ന ആ ഒരു എബിലിറ്റി, അത് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ നിന്ന് അറ്റൈൻ ചെയ്തത്
അത് നമ്മുടെ എന്താ പറയാ ക്യാപ്പിൽ തൊപ്പിയെടുക്കുന്ന ഒരു ടാസ്കിലൂടെയാണ്. അന്ന് 2 കാര്യങ്ങൾ, നോമിനേഷൻ ഫ്രീയും അത് എവിക്ഷൻ ഫ്രീയും നോമിനേഷൻ ചെയ്യാനുള്ള ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും കിട്ടിയത് നൂറയ്ക്കായിരുന്നു. പക്ഷെ നൂറയ്ക്ക് അത് നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് ബിന്നിക്ക് മാത്രം നൂറ കൊടുത്ത ആ ഒരു സ്കിൽ, ആ ഒരു എബിലിറ്റി, അതാണ് ഇപ്പം ബിന്നി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അതൊന്നും അല്ല നടക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇതിനകത്തൊരു കള്ളത്തരമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ശരി, ഞാൻ ആ ഒരു വിസിബിൾ ആയിട്ട് കണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻസും തോന്നിയോ ഇവരിങ്ങനെ വന്നത്? പിന്നെ അതുപോലെ തന്നെ ഫാമിലി ടാസ്ക് കുറച്ച് നേരത്തെ ആക്കി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇല്ലേ? അവർ തന്നെ അത് സംസാരിക്കുന്നുണ്ട്. അപ്പം അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി തരാം. ബൈ.